ഹലോ ഗായ്സ്, കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 7 months കാണും. ഇന്ന് തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. കാലത്ത് തന്നെ എണീറ്റ് പരിപാടികളൊക്കെ തീർത്ത് ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളിറങ്ങി. ഞങ്ങളുടെ ഫ്ലാറ്റ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇപ്പം ഞങ്ങൾ കാർ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ കിടക്കുന്ന റെഡ് കളർ കാറാണ് ഞങ്ങളുടെ പടക്കുതിര. കാറിൽ കയറി ഇനിയൊരു ശയന പ്രദേശം വെക്കണം. വേറൊന്നുമല്ല, 5 ഫ്ലോർ കറങ്ങി തന്നെ അടിയിലോട്ട് പോകണം. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ കറങ്ങി ഞങ്ങൾ റോഡിലെത്തി. ഇനിയാണ് അടുത്ത ടാസ്ക്. റോഡിലെത്തിയാൽ വിചാരിക്കും ഇപ്പോൾ പോകാൻ പറ്റുമെന്ന്. പക്ഷേ അത് വെറും ഒരു മോഹം മാത്രം. അറിയാലോ ഷാർജ ടു ദുബായ് ട്രാഫിക്കിനെ പറ്റി. ആ ചേട്ടൻ നടന്നു പോകുന്നത് കണ്ടിട്ടേ കൊതിയായിട്ട് വയ്യ. എയർപോർട്ടിലോട്ട് കയറിയ പിന്നെ കുറച്ച് സമാധാനം കിട്ടും. ട്രാഫിക് കുറയും. റോസിനെ അവളുടെ ഓഫീസിൽ ഡ്രോപ്പാക്കി ഞാൻ നേരെ വണ്ടി വിട്ടു. ഇനി കുറച്ച് നേരം ഒറ്റയ്ക്ക് റെഡി ആയിട്ട് ഒരു ട്രാവലിംഗ് ആണ് എൻ്റെ. അതൊരു രസം തന്നെയാണ്. പിന്നെ ഞാനിന്ന് പോകുന്ന ഓഫീസിലോട്ടല്ല, ഇന്നൊരു പ്രൊജക്റ്റ് ബ്രീഫിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്യാനാണ് പോകുന്നത്. കാറ് ഞാൻ ദുബായ് മാളിൻ്റെ അടുത്ത് ഫ്രീ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഫ്രീ പാർക്കിംഗ് എന്നുള്ളത് ഒരു ഗോൾഡൻ ചാൻസ് പോലെയാണ് ദുബായിൽ. അവിടെ പാർക്ക് ചെയ്യാൻ തന്നെ കിട്ടുന്ന വലിയ കാര്യമാണ്. അങ്ങനെ ഞാൻ കാറൊക്കെ പാർക്ക് ചെയ്ത് കൊളീഗിൻ്റെ കൂടെ ഒരുമിച്ച് പോകാൻ പ്ലാൻ ചെയ്യണേ. അപ്പോൾ ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി കുറച്ച് നേരം നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് കാണാം, ബുർജ് ഖലീഫയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നല്ല രസമാണ്. അപ്പോൾ എൻജോയ് ചെയ്ത് ഞാൻ നടന്നു. ഇന്നത്തെ ബ്രീഫിംഗ് ശോഭ സെൻറ്ററിലാണ്. ദുബായ് ഉള്ളവർക്കും നാട്ടിലുള്ളവർക്കും ശോഭ റിയാലിറ്റി പ്രോപ്പർട്ടീസിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. അവരുടെ പ്രോജക്ട്സൊക്കെ അടിപൊളിയാണ്. സെയിൽസ് സെൻറ്റർ തന്നെ നല്ല അടിപൊളിയാണ് കാണാൻ. ഇവിടെ ഇടയ്ക്ക് ഫിലിം സ്റ്റാർസിനൊക്കെ കാണാറുണ്ട്. പ്രോപ്പർട്ടീസ് വാങ്ങിക്കാനായിട്ട് വരുന്നതാണ് അവർ. ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതൊക്കെ അവരുടെ പുതിയ പ്രോജക്ട്സാണ്. പ്രോജക്ട്സിൻ്റെ മോക്കപ്സാണ് ഈ കാണുന്നതെല്ലാം. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമാണ് ഈ പ്രോജക്ട്സിൻ്റെ മോക്കപ്സൊക്കെ. ഇതായിരിക്കുന്നതാണ് കൊളീഗ്സ്. ഇനിയും കുറച്ച് പേര് വരാണ്ട്. ബട്ട് പറയാൻ പറ്റില്ല, ഇവന്മാരൊക്കെ വന്ന് അത്രേ ഉള്ളൂ. എല്ലാ ഡെവലപ്പേഴ്സിൻ്റെയും സെയിൽസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ കോഫി, സ്നാക്സ് ഇമാതിരി സാധനങ്ങളൊക്കെ എന്തായാലും അവിടെ കിട്ടും. ഞാനും വാങ്ങി ഒരു ക്യാപ്പച്ചീനോ. ഇതെൻ്റെ വേറൊരു കൊളീഗാണ്. ഈ പുള്ളിക്കാരിയാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രോജക്റ്റ് ബ്രീഫ് ചെയ്യാൻ വന്നിരിക്കുന്നത്. പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഫീച്ചേഴ്സ്, പിന്നെ പ്രോജക്റ്റിൻ്റെ മാർക്കറ്റിംഗ് വാല്യൂ, ഡിമാൻഡ്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇതിൻ്റെ പുറത്ത് അധികം ലുക്കില്ല എന്നുണ്ടെങ്കിലും അകത്ത് അടിപൊളിയാണ്, കിടലാണ് കാണാനായിട്ട്. ഫുൾ പ്രോജക്റ്റിൻ്റെ മോക്കപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് നല്ല അടിപൊളി. പ്രോജക്റ്റിൻ്റെ ബ്രീഫിങ്ങും ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു. യൂഷ്വലി പ്രോജക്റ്റിൻ്റെ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓഫീസിൽ പോകാറില്ല. ഷൂട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരെ വീട്ടിലോട്ടാണ് വിടാറ്. ഇതിപ്പോൾ നമ്മൾ ദുബായ് മാളിലോട്ട് പോകുന്ന വഴിയാണ്. ഈ വഴിയിലൂടെ പോയാലും നമ്മുടെ കാറിരിക്കുന്ന കാർ പാർക്കിങ്ങിലോട്ട് എത്താൻ പറ്റും. അത് പിന്നെ ഇന്ന് നേരത്തെ എത്തിയതുകൊണ്ട് റോസിൻ്റെ ഓഫീസ് കഴിയാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പോയൊരു ഷവർമ അടിച്ചു. പിന്നെ കുറച്ച് പഴംപൊരി വാങ്ങി. പുള്ളിക്കാരിക്ക് പഴംപൊരി നല്ല ഇഷ്ടം. പിന്നെ ഞങ്ങൾ നേരെ ബാക്ക് ടു ഹോം. അപ്പോൾ ബൈ ഗായ്സ്, ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.